following reaction. CH3CH double bond CH2 plus HBr gives A plus B. A is the major product and B is the minor product. Identify A and B. Also name the related rule. Simple അല്ലേ? നമുക്കറിയാം ഒരു അൺസിമെട്രിക്കൽ റിയേജന്റിലേക്ക് അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കൽ റിയേജന്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റിയേജന്റ് നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ കുറവുള്ളിടത്തേക്ക് പോയി. അല്ല, അതെ, കുറവുള്ളിടത്തേക്ക് പോയി. റൂളിന്റെ പേര് മാർക്കോനിക്കോവ്സ് റൂൾ എന്നാണ്. പെറോക്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് HBr തിരിച്ചു പോകുള്ളൂ കേട്ടോ. അപ്പോ എങ്ങനെയായിരിക്കും റിയാക്ഷൻ? CH2 CH3 ഓക്കെ, CH3 CH ഡബിൾ ബോണ്ട് CH2 ഇതിലേക്ക് HBr ആഡ് ചെയ്തു. ഗീവ്സ് ഒന്നുമില്ല, മാർക്കോനിക്കോവ്സ് റൂൾ. Br മൈനസ് H പ്ലസ്, Br മൈനസ് CH ലേക്ക് പോകുന്നു, H പ്ലസ് CH2 ലേക്ക് പോകുന്നു. കിട്ടുന്നത് CH3 CHBr CH3. ഇതായിരിക്കും ഏത് മേജർ പ്രൊഡക്റ്റ്. പ്ലസ് മൈനർ തിരിച്ചുണ്ടാവും CH3 CH2 CH2Br. ഇവരെന്തായിരിക്കും? മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് തിരിച്ചുള്ള റിയാക്ഷൻ മൈനർ ആയിരിക്കും, മേജർ ഇതായിരിക്കും. അതായത് 80% ഇതായിരിക്കും, 20% ഇതായിരിക്കും. ക്ലിയർ? അപ്പോ ഇതാണ് റിയാക്ഷൻ. ക്ലിയർ? അപ്പൊ എയും ബിയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. മേജർ 2 ബ്രോമോപ്രോപ്പൈനും മൈനർ 1 ബ്രോമോപ്രോപ്പൈനുമാണ്. ഈ റൂൾ എന്താണ്? ഇത് മാർക്കോനിക്കോവ്സ് റൂൾ ആണ്. റൂൾ ഏതാണ്? മാർക്കോനിക്കോവ്സ് റൂൾ ആണ്. എന്നാൽ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ തിരിച്ചു വന്നു. പെറോക്സൈഡ് ഇവ മേജറും മൈനറും. ക്ലിയർ ആയില്ലത്? ഓക്കെ, ഇതാണ് ആൻസർ. Then next one. The higher homologue of benzene can be prepared by the following reaction. ബെൻസീൻ അതിലേക്ക് എ ആഡ് ചെയ്തിരിക്കുന്നു. അൺഹൈഡ്രസ് AlCl3 കിട്ടുന്ന ബെൻസീന്റെ മുകളിൽ CH3 യും ഇവിടെ എന്താണ്? HCl. കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഇവിടെ ഈ എ വന്നപ്പോൾ ബെൻസീനിൽ വന്ന അഡീഷണൽ CH3 അല്ലേ, അപ്പൊ എയിൽ ഒരു CH3 ഉണ്ടാവും. പിന്നെ ഇവിടുന്ന് പോയത് ഏതാ? ഒരു Cl ആണ്. അപ്പോ റിയേജന്റ് ഉറപ്പാണ്. ബെൻസീനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ആരാ? CH3Cl ആണ്. നിങ്ങൾ ഓർത്താ മതി. ഇവിടെ എന്ത് വരണോ ആ സാധനമാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ CH3Cl. പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 കിട്ടുന്നത് ബെൻസീന്റെ മുകളില് CH3യും. ഇനി ബെൻസീനിൽ CH3 കാരണം ഇവിടെ H പോകണം, ആ Cl-ലൂടെ H പോകും, അപ്പൊ HCl ആവും. കണ്ടോ? മനസ്സിലായില്ലേ? ഈ റിയാക്ഷന്റെ പേര് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് കേട്ടോ. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ എന്നാണ്. പേരെന്താണ്? ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ എന്നാണ് കേട്ടോ. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ആൽക്കൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നു ബെൻസീനിലേക്ക്. ആൽക്കൈൽ ഹാലൈഡ് പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. ഈ അൺഹൈഡ്രസ് AlCl3 ഫ്രീഡൽ ക്രാഫ്റ്റിന്റെ കാറ്റലിസ്റ്റ് ആണ്. ഓർത്തോളൂ കേട്ടോ. ഇവിടെ മീഥൈൽ കയറാൻ വേണ്ടിയിട്ട് CH3Cl ആഡ് ചെയ്തു. അപ്പൊ ഈഥൈൽ കയറാൻ വേണ്ടിട്ടോ ബെൻസീനിലേക്ക് CH3 CH2Cl ആഡ് ചെയ്യുന്നു. പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? സിമിലർ തന്നെ റിയാക്ഷൻ. CH2CH3 കയറി കണ്ടോ, പ്ലസ് HCl. ഇതൊക്കെ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഐഡന്റിഫൈ റിയേജന്റ് എ ഏതാ? CH3Cl. Which is the name of this reaction? Friedel Crafts alkylation. Write the reaction mechanism of this reaction. നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. റിയാക്ഷൻ മെക്കാനിസം വേണമെങ്കിൽ പേര് ഞാൻ പറയാം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇതിന്റെ പേര് കേട്ടോ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇതിന്റെ ഈ റിയാക്ഷന്റെ പേര്. അതായത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇത്രയുമാണ് ഇതിലുള്ളത്. നെക്സ്റ്റ് വൺ, CH3CH2Br ആൽക്കഹോളിക് KOH ആയിട്ട് റിയാക്ട് ചെയ്യും. CH3CH2Br കണ്ടോ, ഇതിനെ നമ്മള് ആൽക്കഹോൾ ചേർത്ത KOH, ആൽക്കഹോളിക് KOH റിയാക്ട് ചെയ്യുന്നു. എന്തിരിക്കുന്നു? ഹീറ്റ് ഉണ്ട് കേട്ടോ. ഹീറ്റ് ചെയ്താൽ ഇവിടെ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ഇവിടെ നിന്ന് ഒരു Br പോകും, ഇത് ഏതാ? ഇവിടെ നിന്ന് ഒരു H പോകും, എന്നിട്ട് CH2 ഡബിൾ ബോണ്ട് CH2 ആൽക്കീനുകളുടെ പ്രിപ്പറേഷൻ ആണ്. ഇനി Br കെയുടെ KBr ആയിട്ട് പോകും. ഇവിടുന്ന് പോണ H
OH ചേർന്ന് വാട്ടർ ആയിട്ട് പോകും. കണ്ടോ, ഇതായിരിക്കും റിയാക്ഷൻ. നിങ്ങൾ ഓർത്തോളുക, ഇവിടെ എന്താണോ ഉള്ളത് Br പോയി, ഇവിടുന്ന് ഒരു എച്ചും പോകും, തൊട്ടടുത്ത് ഒരു എച്ചും പോയിട്ട് ഡബിൾ ബോണ്ട് കയറി വരും. ആൽക്കീനുകളുടെ പ്രിപ്പറേഷൻ ആണ്. ഈ റിയാക്ഷന്റെ ഏതാണ് പേര്? ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്നാണ്. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്നാണ് വിളിക്കുക. കാരണം ഹൈഡ്രജൻ ഇവിടുന്ന് പോയി, ഹാലോജൻ ഇവിടുന്ന് പോയി. ഡി എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, റിമൂവൽ ഓഫ് ഹാലോജൻ. അപ്പൊ ഡി ഹാലോജൻ, ഡി ഹൈഡ്രജൻ. കേട്ടാ, ഒരു ഹൈഡ്രജനും ഒരു ഹാലോജനും പോയതുകൊണ്ട് റിയാക്ഷന്റെ പേര് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്നാണ്. അല്ലെങ്കിൽ ബീറ്റ എലിമിനേഷൻ എന്ന് പറയും. കേട്ടോ, എന്താണ്? ബീറ്റ എലിമിനേഷൻ എന്നാണ് റിയാക്ഷന്റെ പേര്. ബീറ്റ എലിമിനേഷൻ. ഓക്കെ, ഇനി ഇത് ബീറ്റ എലിമിനേഷൻ വിളിക്കാനുള്ള കാരണം എന്താ? Br നിൽക്കുന്ന കാർബണിനെ ആൽഫ എന്ന് പറയും, തൊട്ടടുത്ത ആള് ബീറ്റ. ബീറ്റയിൽ നിന്ന് ഹൈഡ്രജൻ പോകുന്നതുകൊണ്ട് ഇതിന് ബീറ്റ എലിമിനേഷൻ വിളിക്കും. കേട്ടോ, ബീറ്റയിൽ നിന്ന് ഹൈഡ്രജൻ പോയതുകൊണ്ട് ഇതിനെ ബീറ്റ എലിമിനേഷൻ വിളിക്കും. മനസ്സിലായത്? ഓക്കെ, അടുത്തത് ഇതിന് ഞാൻ ഇത് പറഞ്ഞില്ല, നോക്കൂ. CH3COONA ഇവരെ നമ്മള് NaOH സോഡിയം ഹൈഡ്രോക്സൈഡും കാൽസ്യം ഓക്സൈഡും ചേർത്ത് ഹീറ്റ് ചെയ്യും. സോഡിയം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഓക്സൈഡ് മിക്സർ NaOH പ്ലസ് CaO മിക്സറിന്റെ പേരെന്താണെന്ന് അറിയാമോ? ഇതിന്റെ പേര് സോഡാ ലൈം എന്നാണ്. ഇതിന്റെ പേരെന്താ? സോഡാ ലൈം. ഓർത്തിരിക്കുക കേട്ടോ, ഇതിന്റെ പേരെന്താ? സോഡാ ലൈം. സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പേര് കാസ്റ്റിക് സോഡ, CaO ക്യുക്ക് ലൈം. രണ്ട് ചേരുമ്പോൾ സോഡാ ലൈം. സോഡാ ലൈം ചേർത്ത് ഹീറ്റ് ചെയ്താൽ എന്ത് കിട്ടും? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഓർത്തിരിക്കുക, ഇവിടെ നിന്ന് Na2CO3 ഇവര് കമ്പൈൻ ചെയ്ത് Na2CO3 എന്ന് പോകും. കേട്ടോ, Na2CO3 എന്ന് പോകും. ബാക്കിയുടെ H മാത്രം നിൽക്കും. ആ H ഈ CH3യിലേക്ക് വരും. അപ്പോ CH4 കിട്ടും. എന്നാണ് ആൽക്കീൻ നിർമ്മിക്കാനുള്ള രീതിയാണ്. അപ്പോ എന്താണ്? കാർബോക്സിലിക് ആസിഡിനെ സോഡാലൈം ചേർത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യും? ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കൂടെ H വന്നിട്ട് അത് ആൽക്കൈൻ ആയിട്ട് മാറും. കണ്ടോ, ബാക്കി ബൈ പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? Na2CO3 ആയിരിക്കും ബൈ പ്രൊഡക്റ്റ്. അപ്പൊ അതിലെ H വന്ന് CH3യിലേക്കും CH4 ആവും. കണ്ടോ, ബാക്കി ഇതേ കൂട്ടി വയ്ക്കുക. Na2 Na2 C1 OOO. കണ്ടോ, Na2CO3 3 ഓയിലെ 1 2 3 O3 ആയി, Na2 ആയി, C ഉണ്ട്, Na2CO3 പോയിട്ട് ബാക്കി CH4 ഉണ്ടാകും. ഇതാണ് എപ്പോഴും ശ്രദ്ധിക്കുക. NaOH CaO ചേർത്ത് ഹീറ്റ് ചെയ്താൽ ഇത് ഏതാണ് ഗ്രൂപ്പ് അതിന്റെ കൂടെ ഒരു H കൂട്ടി എഴുതിയാൽ മതി. അത്രയുള്ള ആൽക്കൈന ഉണ്ടാവുക. ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ആണ്. മനസ്സിലായില്ലത്? ഓക്കെ, അടുത്തത് write the products of the following chemical reactions and also name them. ഇവരുടെ പ്രൊഡക്റ്റ് എഴുതണം, അതിന്റെ പേരും പറയണം. സിമ്പിൾ അല്ലേ? CH3Br Na ഡ്രൈ ഈതർ അറിയാലോ, വുഡ്സ് റിയാക്ഷൻ. കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാ? CH3 ഈ ഗ്രൂപ്പിൽ ഉണ്ടാവും, ഡബിൾ ആവും ഞാൻ പറഞ്ഞില്ലേ? CH3 രണ്ടെണ്ണം കമ്പൈൻ ചെയ്യും. ഇതിന്റെ റിയാക്ഷന്റെ പേരെന്താ? വുഡ്സ് റിയാക്ഷൻ. ഈ ക്വസ്റ്റ്യന്റെ മൂന്നാമത്തെ പ്രാവശ്യമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത് C2H5 CH3 ഡബിൾ ബോണ്ട് CH3 C2H5 എന്നാണ്. ഇതിലൊന്നും മിസ്സിംഗ് ആണ്. ഈ ക്വസ്റ്റ്യൻ ചെറിയ എന്തോ കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ. CH3 C2H5 CH3 ഇല്ല കേട്ടോ, കംപ്ലൈന്റ് ആണ്. അതിൽ റിയാക്ഷൻ കംപ്ലീറ്റ് അല്ല. നോക്കൂ, അടുത്ത് കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻസ്. താഴെ CH ട്രിപ്പിൾ ബോണ്ട് CH റെഡ് ഹോട്ട് അയൺ ട്യൂബ് 873 കെൽവിൻ. അതിന്റെ പേരെന്താ? റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ അസറ്റിൽ കടത്തിവിട്ടാൽ C6H6 ബെൻസീൻ കിട്ടും. കണ്ടാ, റിയാക്ഷൻ പോളിമറൈസേഷൻ പറഞ്ഞതാണ്. കാൽസ്യം കാർബൈഡ് ഹൈഡ്രോളിസ് എടുത്തു കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡും അസറ്റ്ലീനുമാണ്. C2H2 അസറ്റ്ലീനും കിട്ടും. കണ്ടാ, ഇതും നമ്മൾ നേരത്തെ കഴിഞ്ഞു പോയി. മനസ്സിലായില്ലത്? അപ്പൊ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പരീക്ഷ ഉറപ്പായിട്ട് ചോദിക്കും. കണ്ടാ, then next one. Predict the products formed with addition of HBr to but1ene in the presence of peroxide and in the absence of peroxide. but1ene ആണ്. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH CH2 CH3 ഇതാണ് but1ene. ഇതിലേക്ക് HBr ആഡ് ചെയ്യുന്നു, വെറുതെ HBr ആഡ് ചെയ്യുന്നു. HBr വെറുതെ ആഡ് ചെയ്താൽ മാർക്കോനിക്കോഫ് റൂൾ ആണ്. അപ്പൊ Br മൈനസ് പോകുന്ന എങ്ങനെയായിരിക്കും? ഹൈഡ്രജൻ കുറഞ്ഞ സ്ഥലത്തേക്ക് പോകും.
അപ്പൊ എന്തായിരിക്കും എച്ച് ഇവിടെ CH2 വരും. ആൻസർ CH3 CHBr CH2 CH3 കണ്ടോ? അതായത് 2 ബ്രോമോ ബ്യൂട്ടൈൻ ആയിരിക്കും. 2 ബ്രോമോ ബ്യൂട്ടൈൻ. ഏത് റൂളാ? മാർക്കോനിക്കോവ്സ് റൂൾ കേട്ടോ. അതാണ് മാർക്കോനിക്കോവ്സ് റൂൾ ആണ്. ഇത് ആബ്സെൻസ് ഓഫ് പെറോക്സൈഡ്. പ്രസൻസ് ഓഫ് പെറോക്സൈഡ് ഇതിങ്ങനെയായിരിക്കും. CH2 ഡബിൾ ബോണ്ട് CH CH2 CH3. ഇതിലേക്ക് നമ്മൾ HBr ആഡ് ചെയ്യുന്നു. പ്രസൻസ് ഓഫ് ആരാ? പെറോക്സൈഡ്. എന്തുവരും? Br മൈനസ് പോകുന്ന ഹൈഡ്രജൻ കൂടിയ സ്ഥലത്തേക്ക് പോകും. H പ്ലസ് അങ്ങോട്ട് പോകും, ഹൈഡ്രജൻ കുറഞ്ഞിടത്തേക്ക് വരും. കിട്ടുന്നത് CH2Br then CH2 CH2 CH3 എന്നായിരിക്കും കേട്ടാ. CH2Br CH2 CH2 CH3 കേട്ടാ. ഇതിന്റെ പേര് 1 ബ്രോമോ ബ്യൂട്ടൈൻ എന്നാണ്. 1 ബ്രോമോ ബ്യൂട്ടൈൻ കണ്ടാ. ഇതായിരിക്കും ആൻസർ. അപ്പൊ ഇത് പ്രസൻസ് ഓഫ് പെറോക്സൈഡ്, ഇത് ആബ്സെൻസ് ഓഫ് പെറോക്സൈഡ്. ഇത് മാർക്കോനിക്കോവ്സ് റൂൾ, ഇത് ആന്റി മാർക്കോനിക്കോവ്സ് റൂൾ. ക്ലിയർ ആയില്ലേ? ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ്. ബെൻസീനിലേക്ക് 6 ക്ലോറിൻ, അൺഹൈഡ്രസ് AlCl3 ഡാർക്ക് കോൾഡ്. സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിക്കട്ടോ. ഇത് ചിന്തിക്കാനുണ്ട്. ബെൻസീനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യാണ്, 6Cl2 കൊടുത്തു. ഇതില് അൺഹൈഡ്രസ് AlCl3യും പിന്നെയോ ഡാർക്ക് കോൾഡ് കണ്ടീഷൻ ആണെങ്കിൽ, മറ്റത് അങ്ങനെയല്ല. മറ്റത് UV 3 ക്ലോറിൻ ആയിരുന്നു, അൾട്രാ വയലറ്റ് 500 കെൽവിൻ ഹീറ്റ്. അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോ 6 ബെൻസീൻ ഡബിൾ ബോണ്ട് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഡബിൾ ബോണ്ട് എല്ലാം ബ്രേക്ക് ചെയ്ത് 6 ക്ലോറിൻ കരുതുന്നു. ഇങ്ങനെയല്ല, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ക്ലോറിൻ അൺഹൈഡ്രസ് AlCl3 ആണ്. അന്നേരം ഉണ്ടല്ലോ സംഭവിക്കുന്നത് 6 ക്ലോറിൻ തന്നെ വരും, പക്ഷെ ഡബിൾ ബോണ്ട് ഒന്നും ബ്രേക്ക് ചെയ്യില്ല. ഇവിടെ Cl1 Cl2 Cl3 Cl4 Cl5 Cl6 വരും. പ്ലസ് ഇവിടുന്ന് പോകുന്ന എല്ലാ Hനും HCl ഉണ്ടാവും. പ്ലസ് 6HCl ഉണ്ടാവും. കാരണം H മാറിയാലേ Cl വരാൻ പറ്റുള്ളൂ. അപ്പൊ H പോയിട്ട് Cl വരും. മറ്റേതല്ല, H ഉൾപ്പെടെ Cl ആവും. അപ്പൊ ഫോർമുല എന്ത് വരും? C6 Cl6 എന്നാവും. H ഇല്ല. C6 Cl6 ആവും. ഇവന്റെ പേര് ഹെക്സാ ക്ലോറോബെൻസീൻ എന്നാണ്. ഹെക്സാ ക്ലോറോബെൻസീൻ ആയിരിക്കും എന്തായാലും കിട്ടുക. ഹെക്സാ ക്ലോറോബെൻസീൻ കിട്ടും. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ UV 500 കെൽവിൻ. സിമ്പിൾ അല്ലേ? അവിടെ ഡബിൾ ബോണ്ട് എല്ലാം ബ്രേക്ക് ചെയ്ത് എല്ലാം Cl ആവും. 1 2 3 4 5 6. കാറ്റലിസ്റ്റ് ഒന്നും ഇല്ല എങ്കിൽ ഇങ്ങനെ വരും. അന്നേരം ഫോർമുല എന്താ? C6 H6 Cl6 ആയിരിക്കും. ഇവന്റെ പേരെന്താ? ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് ആയിരിക്കും കേട്ടോ. ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ് ആയിരിക്കും, BHC ആയിരിക്കും. വ്യത്യാസം മനസ്സിലായില്ലേ? ഇത് C6Cl6, C6H6Cl6. വ്യത്യാസം മനസ്സിലായല്ലോ? അൺഹൈഡ്രസ് AlCl3 ഉണ്ടെങ്കിൽ H പോയിട്ട് Cl വരുള്ളൂ. ഇനി വെറുതെ സൺലൈറ്റ് UV ആണെങ്കിൽ എന്താണ്? H നിർത്തിക്കൊണ്ട് Cl വരും കണ്ടാ. ഇത് അഡീഷൻ റിയാക്ഷനും ഇത് സബ്സ്റ്റിറ്റ്യൂഷനുമാണ്. ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനും ഇത് അഡീഷനുമാണ്. മനസ്സിലായില്ലേ? ഓക്കെ. അടുത്തത് നോക്കൂ. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. CH3 CH2 CO OK. ഞാൻ ആദ്യമേ പഠിപ്പിച്ചതാണ്. CH3 CH2 CO OK ആണ്. ഇതിന് നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തി. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് കടത്തി വിട്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്രൂപ്പ് 2 ആവുന്നു കണ്ടാ. ഇത് പോയിട്ട് ഈ ഗ്രൂപ്പ് 2 ആവുന്നു. അപ്പൊ കിട്ടുന്നത് എന്തായിരിക്കും? CH3 CH2 CH2 CH3 ബ്യൂട്ടൈൻ ആയിരിക്കും കിട്ടുക. എന്താ കിട്ടുക? ബ്യൂട്ടൈൻ കിട്ടും കണ്ടാ. കിട്ടുന്നത് എന്തായിരിക്കും? ബ്യൂട്ടൈൻ. ഈ ഗ്രൂപ്പ് 2 ആവും. ആൽക്കൈൽ ഗ്രൂപ്പ് ഡബിൾ ആവും. റിയാക്ഷന്റെ പേരെന്താണെന്ന് അറിയാമോ? കോൾബ്സ് ഇലക്ട്രോളിസിസ്. കോൾബ്സ് ഇലക്ട്രോളിസിസ്. അവിടെ ആദ്യം സോഡിയത്തിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇത് പൊട്ടാസ്യം ആണെന്ന് മാത്രം. പൊട്ടാസ്യം അല്ലെങ്കിൽ സോഡിയം 2 സോൾട്ട് വന്നാൽ ഇത് തന്നെ ആൻസർ. ഓക്കെ. അടുത്ത് ബെൻസീനിലേക്ക് CH3Cl AlCl3 എന്താണ് കിട്ടുന്നത്? സിമ്പിൾ അല്ലേ? ബെൻസീന്റെ മുകളിൽ CH3 വരും, ടൊളുവിൻ വരും. പഠിച്ചാണ് നമ്മള് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ കേട്ടാ. ബെൻസീനിലേക്ക് ഇതാണ് ബെൻസീൻ. ഇതിലേക്ക് CH3Cl ആഡ് ചെയ്യുന്നു. പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 കിട്ടുന്ന എന്തായിരിക്കും? ബെൻസീന്റെ മുകളില് CH3 എന്ന് വരും, പ്ലസ് HCl ആണ്.
ഈ റിയാക്ഷന്റെ പേര് ഫ്രീഡൽ ക്രാഫ്റ്റ്. സ്പെല്ലിംഗ് പഠിക്കണം കേട്ടോ. ഫ്രീഡൽ ക്രാഫ്റ്റ്. ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ എന്നാണ്. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. മനസ്സിലായത്? ഇതാണ് റിയാക്ഷൻ. ഓക്കെ. ദെൻ അടുത്തത്, ഫ്രം ദ ഫോളോയിങ് സെലക്ട് വൺ വിച്ച് മാർക്കോനിക്കോവ് റൂൾ ഈസ് ബെസ്റ്റ് ആപ്ലിക്കബിൾ. ഏതിലാണ് മാർക്കോനിക്കോവ് റൂൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? C2H4 ആണ് ആദ്യത്തെ ആണ്. അതേതാ? CH2 ഡബിൾ ബോണ്ട് CH2. ഇത് സിമെട്രിക്കൽ ആൽക്കീൻ ആണ്, ആപ്ലിക്കബിൾ അല്ല കേട്ടോ. അടുത്ത C3H6. C3H6 എന്ന് പറയുമ്പോൾ എന്തായി? CH3 CH ഡബിൾ ബോണ്ട് CH2 ആപ്ലിക്കബിൾ ആണ്. അടുത്തത് പക്ഷേ അവിടെ എന്താണ്? Br2 ആ. Br2 എന്ന് പറയുന്നത് സിമെട്രിക്കൽ റിയേജന്റ് ആ. അപ്പൊ ഇത് സിമെട്രിക്കൽ ആയിപ്പോയി, അപ്പൊ അത് നടക്കില്ല. നമുക്ക് അൺസിമെട്രിക്കൽ റിയേജന്റ് വേണം. അടുത്ത C3H6 CH3 CH ഡബിൾ ബോണ്ട് CH2 ഇത് ഓക്കെയാണ്. പ്ലസ് HBr, അപ്പൊ ഇതും ഓക്കെയാണ്. അൺസിമെട്രിക്കൽ റിയേജന്റ്, അൺസിമെട്രിക്കൽ ആൽക്കീൻ, ഇതാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. Cl2Br2 സ്പ്ലിറ്റ് ചെയ്താൽ Cl Br എന്നല്ലേ? അപ്പൊ സിമെട്രിക്കൽ റിയേജന്റ് ആണ്. സിമെട്രിക്കൽ റിയേജന്റ് പാടില്ല. അൺസിമെട്രിക്കൽ റിയേജന്റും അൺസിമെട്രിക്കൽ ആൽക്കീനും വേണം. അപ്പൊ ആൻസർ ഏതാ? 3 ആണ് ആൻസർ. ഹൈഡ്രോകാർബൺസ് എക്സിബിറ്റ് ഐസോമെറിസം. നെയിം ദ ടൈപ്പ് ഓഫ് ഐസോമെറിസം എക്സിബിറ്റഡ് ബൈ 2-butene. 2-butene എന്താണ്? അനുസരിക്കുന്ന ഐസോമെറിസം ഏതാണെന്നാണ്. 2-butene അനുസരിക്കുന്ന ഐസോമെറിസം ആൽക്കീൻ അല്ലേ? ജോമെട്രിക്കൽ ഐസോമെറിസം ആണ്. ആൽക്കീനുകൾ ഉപയോഗിക്കുന്നത് ജോമെട്രിക്കൽ ഐസോമെറിസം ആണ്. കാണിച്ചു തരാം. 2-butene എന്ന് പറയുമ്പോൾ ഫോർമുല എന്താണ്? CH3 CH ഡബിൾ ബോണ്ട് CH CH3 എന്നാണ്. ക്ലിയർ? അപ്പൊ ഇത് ഒബേയും ഏതാ? ജോമെട്രിക്കൽ ഐസോമെറിസം കേട്ടോ. ജോമെട്രിക്കൽ ഐസോമെറിസം എന്നാണ് അറിയുന്നത്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ്. ആ ഡബിൾ ബോണ്ട് എങ്ങനെ എഴുതണം? ഡബിൾ ബോണ്ടിലുള്ള ബാക്കിയുള്ള ഇവിടെ H ഉണ്ട്, CH3 ഉണ്ട്. അപ്പൊ ഇത് H, ഇത് CH3. ഇവിടെയും H CH3, H CH3 കണ്ട ഇങ്ങനെ എഴുതണം. അപ്പൊ സെയിം ഗ്രൂപ്പ് സെയിം സൈഡിൽ വന്നില്ലേ? ഇതാണ് സിസ് ഐസോമർ. ഇതോ ഇനി അടുത്തതിന്റെ ഓപ്പോസിറ്റ് എഴുതാൻ പാടില്ലേ? ഇവിടെ H, അപ്പൊ ഇവിടെ H. ഇവിടെ CH3, അപ്പൊ ഇവിടെ CH3. കണ്ടാ? ഇവന്റെ പേരെന്താ? ട്രാൻസ് 2-butene. ഇത് സിസ് 2-butene, അത് ട്രാൻസ് 2-butene. മനസ്സിലായല്ലോ? അപ്പോ ഐസോമെറിസം ഏതാണ്? ജോമെട്രിക്കൽ ഐസോമെറിസം എന്നാണ് ആൻസർ. സിസ് 2-butene, ട്രാൻസ് butene വേണമെങ്കിൽ വരയ്ക്കാൻ മാർക്കുന്നു. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ. Alkenes can be converted selectively into cis alkenes and trans alkenes. Explain with suitable examples. ആൽക്കൈനുകള് നമുക്ക് എന്ത് ചെയ്യാം? സിസ് ആൽക്കീനുകളും ആൽക്കൈൻസ് എന്നല്ല, ക്വസ്റ്റ്യനില് ആൽക്കീൻസ് എന്നാണ് കേട്ടോ. ആൽക്കീൻസ് സിസ് ആൽക്കീനുകളും ട്രാൻസ് ആൽക്കീനുകളും ഉണ്ട്. എക്സ്പ്ലെയിൻ വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾ ഇപ്പൊ എഴുതിയുള്ളൂ. ഏതാ? 2-butene വരയ്ക്കുക. സെയിം ഗ്രൂപ്പ് സെയിം സൈഡിൽ വെച്ച് സിസ് 2-butene എഴുതുക. സെയിം ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് ട്രാൻസ് 2-butene എഴുതുക. ഇത്ര എഴുതി വെച്ച 3 മാർക്ക്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ ഏതാണ്? ഒന്നുകൂടി പകർത്തി എഴുതി വെച്ചാൽ കണ്ടാ എന്താണ്? CH3 CH ഡബിൾ ബോണ്ട് CH CH3 നേരം ഇറ്റോബെ ജോമെട്രിക്കൽ ഐസോമെറിസം എഴുതുക. സെയിം ഗ്രൂപ്പ് സെയിം സൈഡിൽ വെച്ച് സിസ് 2-butene, സെയിം ഗ്രൂപ്പ് ഓപ്പോസിറ്റ് വെച്ച് ട്രാൻസ് 2-butene എഴുതി കഴിഞ്ഞാൽ ആ മാർക്ക് അവിടെ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ അതാണ്. കണ്ടാ? മനസ്സിലായില്ലേ? ദെൻ അടുത്തത്, കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻസ്. CH3Br എന്റെ നാലാമത്തെ പ്രാവശ്യമാണ് CH3 എന്ന് എഴുതാം. ആൻസർ എന്താണ്? CH3 എന്നാണ്. ഇതേതാണ്? ഇത് ഉഡ്സ് റിയാക്ഷൻ. അടുത്ത് CaC2H2O കണ്ടോ? വീണ്ടും ചോദിച്ചിരിക്കുന്നു. അത് C2H2 അസറ്റീൻ ആണ് കിട്ടുക കേട്ടോ. അടുത്ത് ബെൻസീൻ CH3Cl അൺഹൈഡ്രസ് Cl3. ബെൻസീന്റെ മുകളിൽ CH3 എന്ന് കിട്ടും. ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ബെൻസീന്റെ മുകളിൽ CH3. അപ്പൊ ഇത് 3 ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നെക്സ്റ്റ് വൺ. Give the chemical equation for the conversion of hexane to benzene. Write, name the process. അത് നമ്മൾ ആദ്യമേ ചെയ്തു. ഹെക്സൈൻ C6H4 എത്രയാണ്? 14 ആണ്. C6H14 ആണ് ഹെക്സൈൻ. C6H14 എന്ന് പറഞ്ഞ കോമ്പൗണ്ട്. ഇതിന് നമ്മൾ വനേഡിയം പെൻഡോക്സൈഡ് എടുത്ത് ഹീറ്റ് ചെയ്യുക. 773 കെൽവിൻ ടെമ്പറേച്ചർ, പിന്നെയോ 10 to 20 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്നേരം അത് എന്തായിട്ട് മാറും? ബെൻസീൻ ആയിട്ട് മാറും.
എന്തായിട്ട് മാറും? ബെൻസീൻ ആയിട്ട് മാറും. ഈ റിയാക്ഷന്റെ പേരെന്താണ്? നെയിം ഓഫ് ദി പ്രോസസ് റീഫോമിംഗ് എന്നാണ്. എന്താണ് പേര്? റീഫോമിംഗ് കേട്ടോ. അതിന്റെ പേരെന്താണ്? റീഫോമിംഗ് എന്നാണ് കേട്ടോ. ശ്രദ്ധിക്കുക, എന്താണ് പേര്? റീഫോമിംഗ് കേട്ടോ. നമ്മുടെ ഇതിലുണ്ട്, ഇത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട് റീഫോമിംഗ് കേട്ടോ. റീഫോമിംഗ് ആണ്, അല്ലെങ്കിൽ എന്ത് വിളിക്കാം? അരോമാറ്റൈസേഷൻ എന്നാണ്. സൈക്ലൈസേഷൻ ആൻഡ് അരോമാറ്റൈസേഷൻ കേട്ടോ. റീഫോമിംഗ് എന്ന് അറിയപ്പെടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ CH3CH കൊണ്ട് CH2 HBr. ഇത് ഓർഗാനിക് പെറോക്സൈഡ് ആണ് കേട്ടോ. പെറോക്സൈഡിന്റെ പ്രസൻസ് HBr ആഡ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞു Br എവിടെ വരും? ഇവിടെ വരും. ഹൈഡ്രജൻ കൂടിയിടത്തേക്ക് പോകും. ആൻസർ CH3 CH2 CH2Br ആണ്. ഇത് ഓർഗാനിക് പെറോക്സൈഡ് ആണ്. ഓർഗാനിക് പെറോക്സൈഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് അസറ്റ്ലീൻ ആണ്. റെഡ് ഹോട്ട് അയൺ ടു 873 കെൽവിനില് അത് ബെൻസീൻ ആയിട്ട് മാറും. C6H6 കണ്ടോ. ഇനി ബെൻസീനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്തു. അൺഹൈഡ്രസ് AlCl3 ഡാർക്ക് കോൾഡ് കിട്ടുന്ന എന്താ? ബെൻസീനിൽ ഡബിൾ ബോണ്ട് അവിടെ തന്നെ നിൽക്കും. എല്ലായിടത്തും Cl 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 എന്ന് വരും. നമ്മൾ ആൻസർ ചെയ്താണ് എക്സാ ക്ലോറോ ബെൻസീൻ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ലിൻലാഷ് കാറ്റലിസ്റ്റ്? ലിൻലാഷ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിൻലാഷ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, പലേഡിയം ആൻഡ് ചാർക്കോൾ. പലേഡിയം ചാർക്കോളുമായിട്ട്, ഈ ഹൈഡ്രജൻ വേണമെന്നില്ല കേട്ടോ. കാറ്റലിസ്റ്റ് ഹൈഡ്രജൻ വേണ്ടല്ലോ, ഹൈഡ്രോജനേഷൻ ഉപയോഗിക്കുന്ന സാധനമാണ്. പലേഡിയം പ്രസൻസ് ഓഫ് ചാർക്കോൾ ഈസ് കോൾഡ് ലിൻലാഷ് കാറ്റലിസ്റ്റ്. ഇവൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CH ട്രിപ്പിൾ ബോണ്ട് CH ഇതിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാണ്, ഹൈഡ്രോജനേഷൻ നടത്താണ്. നേരെ ഹൈഡ്രോജനേഷൻ നടത്തി പലേഡിയം മാത്രമേ ഉള്ളൂ എന്നിരിക്കട്ടെ, ഇവൻ CH3 ആൽക്കൈൻ ആയിട്ട് മാറും. ഇതായിട്ട് മാറും ആൽക്കൈൻ. അപ്പൊ ആൽക്കീൻ ആണെങ്കിലും ആൽക്കൈൻ ആണെങ്കിലും നേരെ ആൽക്കൈൻ ആയിട്ട് മാറും. എന്നാൽ CH ട്രിപ്പിൾ ബോണ്ട് CHനെ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു, പ്രസൻസ് ഓഫ് പലേഡിയം ആൻഡ് ചാർക്കോൾ എന്ന് വെച്ചാൽ ലിൻലാഷ് കാറ്റലിസ്റ്റ് ആണെങ്കിൽ ഇത് CH2 ഡബിൾ ബോണ്ട് CH2 എന്നാവും. എന്ന് വെച്ചാൽ നമ്മൾ സെലക്റ്റീവ് റിഡക്ഷൻ ആണ്. സെലക്റ്റീവ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രിപ്പിളിനെ ഡബിൾ ആക്കി മാറ്റുക. അതിനെ വിളിക്കുന്നതാണ് സെലക്റ്റീവ് റിഡക്ഷൻ കേട്ടോ. വാക്കെന്താണ്? സെലക്റ്റീവ് റിഡക്ഷൻ ആണ്. അപ്പോ സെലക്റ്റീവ് റിഡക്ഷൻ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോ ട്രിപ്പിളിനെ ഡബിൾ ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് ലിൻലാഷ് കാറ്റലിസ്റ്റ്. പലേഡിയം പ്രസൻസ് ഓഫ് ചാർക്കോൾ. ഇവിടെ പ്ലാറ്റിനോ പലേഡിയോ നിക്കോലോ ഏത് വന്നാലും ഏതാ ആൽക്കൈൻ ആയിട്ട് മാറും. ആൽക്കീനുകളും ഇതുപോലെ തന്നെ CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. ഇതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുക, പ്രസൻസ് ഓഫ് നിക്കൽ എന്തായിട്ട് മാറുന്നു? CH3 ആയിട്ട് മാറുന്നു. ഈ പ്രോസസ് ആണ് നമ്മൾ ഓയിലിൽ ചെയ്യുന്നത്. ഓയിലിലേക്ക് ഹൈഡ്രജൻ കടത്തി വിടുന്നു, പ്രസൻസ് ഓഫ് നിക്കൽ. അന്നേരം ഓയിലിലെ ഡബിൾ ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്ത് അത് സോൾഡ് ആയിട്ട് മാറും. ഓയില് സോൾഡ് ആയിട്ട് മാറുന്നു. അതിനെ ഡാൽഡ എന്ന് വിളിക്കും കേട്ടോ. അത് ഹൈഡ്രോജനേഷൻ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ റിയാക്ഷൻ നോക്കുക. ഇതിലേക്ക് HBr പെറോക്സൈഡ് പറയുന്നില്ല. ഇത് 1 ബ്രോമോ പ്രൊപ്പൈൻ ആണ്. നെയിം ദ റിയാക്ഷൻ ഏതാ? ആന്റി മാർക്കോനിക്കോസു അല്ലെങ്കിൽ കരാഷെഫിറ്റ്. ഓക്കെ, കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഇതും ചെയ്യുന്നില്ല. കാൽസ്യം കാർബൈഡ് പറഞ്ഞു മടുത്തു. CaC2 അതാണ് H2 ആയിട്ട് റിയാക്ട് ചെയ്താൽ C2H2 അല്ലെങ്കിൽ അസറ്റ്ലീൻ ആണ് കിട്ടുക. C2H2 ആണോ. അടുത്തത് ഐഡന്റിഫൈ. താഴെ കൊടുത്തിരുന്ന റിയാക്ഷൻ നോക്കുക. ബെൻസീനിൽ OH സിങ്ക് ചേർത്ത് ഹീറ്റ് ചെയ്താൽ A കിട്ടുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്. സിങ്ക് ചേർത്ത് ഹീറ്റ് ചെയ്ത ഫിനോളിനെ സിങ്ക് ചേർത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഓക്സിജൻ സിങ്കിന്റെ കൂടെ പോകും. അത് ബെൻസീൻ ആയിട്ട് മാറും. ബെൻസീൻ ആയിട്ട് മാറും. ക്ലിയർ? ഇനിയോ അതിലേക്ക് പഠിച്ചു നമ്മള് CH3Cl അൺഹൈഡ്രസ് AlCl3 എന്ത് വരും? CH3 കേട്ടോ. ടൊളുവിനായിരിക്കും കിട്ടുക. അവർ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഇനി ഉള്ളൂ കേട്ടോ. നോക്കൂ അടുത്തത്. ഹൈഡ്രോ കാർബൺ അവസാനിച്ചു. ഇനി നമുക്കൊരു ചെറിയൊരു ചാപ്റ്റർ കൂടിയാണുള്ളത്. ആ ചാപ്റ്റർ പേര് എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്നാണ്. എൻവയോൺമെന്റൽ കെമിസ്ട്രി വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. 3 കാര്യങ്ങൾ: ഗ്രീൻ ഹൗസ് എഫക്ട്, ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, പിന്നെ കൂടെ ഒരു BOD ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ക്ലിയർ?
ഈ 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്. മനസ്സിലായില്ലത്? അപ്പോൾ അതിൽ നമുക്ക് തുടങ്ങാം. ആദ്യം വാട്ട് ഈസ് മീൻ ബൈ ഗ്രീൻ ഹൗസ് എഫക്ട്? ഗ്രീൻ ഹൗസ് എഫക്ട് ഇത്രേ ഉള്ളൂ. ചില പർട്ടിക്കുലർ ഗ്യാസസ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, ഓസോൺ, അതുപോലെ CFC, അതുപോലുള്ള ഗ്യാസുകൾ അന്തരീക്ഷ അറ്റ്മോസ്ഫിയറിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ സൂര്യനിൽ നിന്ന് വരുന്ന, സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റിലെ ഒരു 80% ലൈറ്റും തിരിച്ച് റിഫ്ലക്ഷൻ വഴി പോവുകയാണ് മുകളിലേക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഭൂമിയിലധികം ചൂടില്ലാത്തത്. പക്ഷേ ഈ ഗ്യാസുകൾക്കൊക്കെ അൾട്രാവയലറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ സാധിക്കും. ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്ന ഈ ലൈറ്റുകള്, ലൈറ്റിലെ ഗ്യാസുകള് അറ്റ്മോസ്ഫിയറിൽ നിറഞ്ഞു കഴിയുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് എഫക്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ അറ്റ്മോസ്ഫിയറിൽ ഇപ്പൊ ടെമ്പറേച്ചർ പഴയതിനേക്കാൾ ടെമ്പറേച്ചർ ഉയരാനുള്ള കാരണം ഈ തരം ഗ്യാസുകൾ അറ്റ്മോസ്ഫിയറിൽ വരുന്നതാണ്. അപ്പോ UV റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഗ്യാസുകൾ ആരൊക്കെയാണത്? കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, ഓസോൺ, ക്ലോറോഫ്ലൂറോ കാർബൺ, CFC തുടങ്ങിയ ഗ്യാസുകളാണ് ഈ അൾട്രാവയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുക. അപ്പൊ ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ അവർ അബ്സോർബ് ചെയ്യുന്നു. അവരൊക്കെ ലോവർ ലെവലിൽ, ഭൂമിയുടെ ലോവർ ലെവലിൽ കാണപ്പെടുന്നവരാണ്, ട്രോപ്പോസ്ഫിയറിൽ കാണപ്പെടുന്നവരാണ്. അപ്പൊ അവര് ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഇൻഫ്രാറെഡിനെ അബ്സോർബ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഭയങ്കരമായിട്ട് ഹീറ്റ് അറ്റ്മോസ്ഫിയറിൽ കൂടുന്നു. അതിന് വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് എഫക്ട്. എക്സ്പ്ലെയിൻ വാട്ട് ഈസ് മീൻ ബൈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്താ? UV റേഡിയേഷൻ ഇൻഫ്രാറെഡ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഗ്യാസുകളുടെ പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ആരൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസുകള്? കാർബൺ ഡയോക്സൈഡ്, പിന്നെ മീഥൈൻ, CH4 കേട്ടോ. മീഥൈനും ഡേഞ്ചർ ആണ്. മീഥൈൻ, പിന്നെ അതുകൂടാതെ CFC, ക്ലോറോഫ്ലൂറോ കാർബൺ എന്ന് പറയും. ക്ലോറോഫ്ലൂറോ കാർബൺ, CFC, ഓസോൺ, നമ്മുടെ O3. ഓസോൺ കാര്യം നല്ല ഉപകാരിയാണെങ്കിലും ലോവർ ലെവലിൽ വന്നാൽ അത് ഉപദ്രവമാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ. ഓക്കെ, ഞാൻ അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് കൊടുക്കുന്നത് വായിച്ചു നോക്കാം. ഗ്രീൻ ഹൗസ് എഫക്ട് ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് എർത്ത് അറ്റ്മോസ്ഫിയർ ട്രാപ്സ് ദി ഹീറ്റ് ഫ്രം ദി സൺ. കേട്ടോ, സണ്ണിൽ നിന്ന് വരുന്ന ഹീറ്റിനെ ട്രാപ്പ് ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു ഫ്രം ദി സൺ ആൻഡ് പ്രിവെന്റ്സ് ഇറ്റ് ഫ്രം എസ്കേപ്പിംഗ് ടു ഔട്ടർ സ്പേസ്. അത് തിരിച്ചു പോവാണ്ട് അവിടെ തന്നെ നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ തന്നെ, ലോവർ ലെവലിൽ തന്നെ തടഞ്ഞു നിർത്തുന്നു. ഗ്യാസസ് സച്ച് ആസ് CO2, മീഥൈൻ, ഓസോൺ, ക്ലോറോഫ്ലൂറോ കാർബൺ കോമ്പൗണ്ട്സ് ആൻഡ് വാട്ടർ വേപ്പർ. കേട്ടോ, അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പർ വന്നാലും ഹീറ്റ് അബ്സോർബ് ചെയ്യും. ഇൻ ദ അറ്റ്മോസ്ഫിയർ റിസൾട്ട് ഇൻ ഗ്രീൻ ഹൗസ് എഫക്ട്. കേട്ടോ, അപ്പൊ ആ ക്വസ്റ്റിന് ശരിക്കുള്ള ആൻസർ ഇതാണ്. ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത് ഫിനോമിനൻ ഇൻ വിച്ച് എർത്ത് അറ്റ്മോസ്ഫിയർ ട്രാപ്സ് ദി ഹീറ്റ് ഫ്രം ദി സൺ. സണ്ണിൽ നിന്ന് വരുന്ന ഹീറ്റിന് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്തെടുക്കുന്നു. അവിടെ അത് എസ്കേപ്പ് ചെയ്ത് സ്പേസിലേക്ക് പോവാതെ. ഞാൻ പറഞ്ഞില്ലേ, വരുന്ന ഗ്യാസിലെ, വരുന്ന ലൈറ്റിലെ ഒരു 80% റിഫ്ലക്ഷൻ വഴി പോവാണ്. അതുകൊണ്ടാണ് അധികം നിൽക്കാത്തത്. ഇൻഫ്രാറെഡും അൾട്രാവയലറ്റും ഒന്നും നമ്മുടെ ഭൂമിയിൽ നിൽക്കാത്തതുകൊണ്ടാണ് നമുക്ക് ചൂടധികം ഇല്ലാതിരുന്നത്. പക്ഷേ ഈ ഗ്യാസുകളൊക്കെ എന്ത് ചെയ്തു? അതിനെ ഇൻഫ്രാറെഡിനെ അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെ അബ്സോർബ് ചെയ്ത് വരുമ്പോൾ അവർ ഭൂമിയിൽ തന്നെ ഇല്ലേ? അതുകൊണ്ട് നമുക്ക് എർത്തിന്റെ ചൂട് കൂടും. ആ ചൂട് കൂടുന്നതാണ് ഗ്രീൻ ഹൗസ് എഫക്ട്. ഓക്കെ, അടുത്ത